വാട്ട്സപ്പ് ഗൈസ്, ഞാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പുതിയ വെബ് സീരീസ് ദ സീക്രറ്റ്സ് ഓഫ് ദ ഷീലേദാർസ് കണ്ടു. ചെറുപ്പം മുതലേ എനിക്ക് ട്രഷർ ഹണ്ട് റിലേറ്റഡ് സിനിമ ഒത്തിരി ഇഷ്ടമാണ്. അത് തുടങ്ങിയത് ഞാൻ ചെറുപ്പത്തിൽ ദ മമ്മി എന്ന് പറഞ്ഞ് കുറേ മൂവീസ് ഉണ്ടായിരുന്നു, അത് കണ്ടപ്പം. പിന്നെ നിക്ലസ് കേജിൻ്റെ നാഷണൽ ട്രഷർ കുറേ മൂവീസ് ഉണ്ട്. പിന്നെ ഇന്ത്യാന ജോൺസിൻ്റെ കുറേ മൂവീസ് ഉണ്ട്. അങ്ങനെ ഹോളിവുഡിൽ കുറേ ട്രഷർ ഹണ്ട് റിലേറ്റഡ് മൂവീസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ ജോണർ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം റീസെൻ്റ്ലി എനിക്ക് അറിയാൻ പറ്റി ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് മൈത്തോളജി യൂസ് ചെയ്തൊരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതാണ് ദ സീക്രറ്റ്സ് ഓഫ് ദ ഷീലേദാർസ്. സ്റ്റാറിങ് രാജീവ് ഖണ്ഡേൽവാൾ, സായി തമ്ഹാക്കർ, ആശീഷ് വിദ്യാർത്ഥി, നമ്മുടെ CID മൂസയുടെ വില്ലൻ ആശീഷ് വിദ്യാർത്ഥി, പുള്ളിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഡയറക്റ്റഡ് ബൈ ആദിത്യ സർപോദ്ദാർ. റീസെൻ്റ്ലി ഹിന്ദിയിലെ ഒരു ഹൊറർ ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മുഞ്ചിയ, അതിൻ്റെ ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ ഈ സീരീസിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറാഠ ഡൈനസ്റ്റിയെക്കുറിച്ചാണ്. ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ട്രഷർ. ഒരു വശത്ത് ദ ഗുഡ് പീപ്പിൾ, ഷീലേദാർസ് ആരാ? വർഷങ്ങൾ മുമ്പേ മുതൽ ഈ ശിവാജി മഹാരാജിൻ്റെ ട്രഷറിനെ കാത്ത് സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരാണ് ഷീലേദാർസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലീഡ് ആക്ടർ രാജീവ് ഖണ്ഡേൽവാൾ പ്ലേ ചെയ്തിരിക്കുന്ന റോള് ഡോക്ടർ രവി ഭട്ട്. പുള്ളി ഒരു ഹിസ്റ്റോറിയൻ, ആവിഡ് എൻതൂസിയാസ്റ്റിക് ഹിസ്റ്റോറിയനാണ്, യൂട്യൂബറാണ്. പുള്ളി ഓർഫനാണ്. പുള്ളിക്ക് റീസെൻ്റ്ലി പിടികിട്ടി പുള്ളിയുടെ ഫാദർ ഒരു ഷീലേദാർ ആയിരുന്നെന്ന്. എന്നിട്ട് നൗ ഹിസ് എയിം ഇൻ ലൈഫ് ഇസ് ഓൾസോ, ഹിസ് ഗോൾ ഇൻ ലൈഫ് ഇസ് ഓൾസോ ടു ബിക്കം എ ഷീലേദാർ. എന്നിട്ട് ഈ ട്രഷർ, പുള്ളിയുടെ ഫാദർ ചെയ്തതിൻ്റെ തൊട്ട് ഈ ട്രഷറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ട്രഷർ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ട്രഷർ എവിടെയാണെന്ന് പുള്ളിക്ക് കണ്ടുപിടിക്കണ്ടേ. പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി ഒരു വശത്തു നിന്ന് ഈ ട്രഷറിനെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ബ്രദറുണ്ട്. പിന്നെ സായി തമ്ഹാക്കർ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ഉണ്ട്, പുള്ളിക്കാരൻ, അതും പുള്ളിയുടെ ടീമിലാണ്. പിന്നെ ആശീഷ് വിദ്യാർത്ഥി, പുള്ളി ഒരു ഹിസ്റ്റോറിയൻ്റെ റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത്, പുള്ളിയും ഈ ടീമിലാണ്. അപ്പോൾ ഒരു വശത്തു നിന്ന് ഈ 4 പേര് ട്രഷർ കണ്ടുപിടിക്കുന്നു. മറ്റേ വശത്തു നിന്ന് ദ വില്ലൻ സൈഡ്, മഹാരാഷ്ട്രയുടെ ഗവർണർ, പുള്ളിയും പുള്ളിയുടെ ഗുണ്ടാ പാർട്ടിയും ഈ ട്രഷർ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. പുള്ളിക്ക് ഈ ട്രഷർ വേണ്ടിയത് ജസ്റ്റ് പൈസ കിട്ടി റിച്ച് ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ട്രഷർ കിട്ടുമോ ഇല്ലയോ, ക്ലൂസ്, അത് ഇതൊക്കെയാണ് ഓവറോൾ സീരീസിൻ്റെ സ്റ്റോറി. പ്രോപ്പർ ട്രഷർ ഹണ്ട് സെറ്റപ്പാണ്. ഈ സീരീസിൻ്റെ പോസിറ്റീവ്സ് എന്ന് വെച്ചാൽ, ആസ് ഐ സെഡ്, ഇതിൻ്റെ സ്റ്റോറി എല്ലാം ഇന്ത്യൻ ഹിസ്റ്ററി, മൈത്തോളജി, നമ്മുടെ മറാഠ ഡൈനസ്റ്റി, ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഇച്ചിരി ഹിസ്റ്ററി, അതൊക്കെ ബ്ലെൻഡ് ചെയ്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കാരണം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഓവറോൾ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ സീരീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതൊരു വെറൈറ്റി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. ഒരു ട്രഷർ ഹണ്ടിൻ്റെ മൂഡിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. സോ ദാറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദ സീരീസ്. പക്ഷേ മോർ ദാൻ ദ പോസിറ്റീവ്സ് ദർ ആർ നെഗറ്റീവ്സ്, ആൻഡ് ദീസ് നെഗറ്റീവ്സ് റിയലി പുൾ ദീസ് പോസിറ്റീവ്സ് ഡൗൺ. അപ്പം നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓവർ ആക്ടിങ് ആൻഡ് ഓവർ ക്രിഞ്ച് സ്പൂൺ ഫീഡിങ് ഡയലോഗ്സ്. ഈ ഡയലോഗ്സ് എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, എന്നും ഞാൻ ചെറുപ്പത്തിൽ ഡോറ ദി എക്സ്പ്ലോററൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നേ. അതിൻ്റെ അകത്ത് ഡയലോഗ്സ് ഇല്ലേ, ഓ വാവ് ഗായ്സ്, നമുക്ക് ക്ലൂ കിട്ടി, ഈ ക്ലൂ നമ്മളെ അവിടെ പോകാൻ പറയുന്നത്, ഓ നമുക്കിത് കിട്ടി, ഇത് ഈ മുറിയുടെ ചാവി ആയിരിക്കും ഗായ്സ്, ഈ ചാവി തുറക്കാൻ. ഇത്രയും ക്രിഞ്ച് ആൻഡ് സ്പൂൺ ഫീഡിങ് ഡയലോഗ്സ് എന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെ ഈ ആക്ടേഴ്സിൻ്റെ ഓവർ ആക്ടിങ്, ക്ലൂ ഒക്കെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്യുവാണ്. ഇതൊക്കെ ഓർഗാനിക്കലി അല്ലേ ഒരു വ്യൂവറിന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇതങ്ങ് വേർബലി എക്സ്പ്ലെയിൻ ചെയ്ത് അവർ ഇത്രയും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്ക് ബൈ തേർഡ് എപ്പിസോഡ് എനിക്കറിയാമായിരുന്നു ആരാന്ന് വില്ലന്. അത്രയും പ്രഡിക്റ്റബിൾ ആക്കി ഈ സ്റ്റോറി. ഓവർ എക്സ്പ്ലനേഷനും സ്പൂൺ ഫീഡും പിന്നെ അതിൻ്റെ കൂടെ ഇവരുടെ ഓവർ ആക്ടിങ്, ഒരു രക്ഷയില്ലാത്ത ഓവർ ആക്ടിങ് ആയിരുന്നു. ഈ എക്സ്പ്ലനേഷൻ സീൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി ഓക്കെയാണ്. പക്ഷെങ്കിൽ ഒരു ട്രഷർ ഹണ്ട് മൂവിയുടെ മെയിൻ ക്രക്സ് എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ ഈ ക്ലൂസിനെ ഡിസൈഫർ ചെയ്യുന്നു എന്നല്ലേ. അത് തന്നെ ഇവരങ്ങ് സ്പൂൺ ഫീഡ് ചെയ്തങ്ങ് തന്നേക്കുവാണ്. അത് കാരണം ആ ഓവറോൾ എക്സ്പീരിയൻസ് തന്നെ അങ്ങ് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ സ്റ്റോറി. തേർഡ് എപ്പിസോഡ് ആയപ്പം തന്നെ, 6 എപ്പിസോഡും കാണുന്നുണ്ട്, തേർഡ് എപ്പിസോഡ് ആയപ്പം തന്നെ എനിക്കറിയാമായിരുന്നു വില്ലൻ ആരാന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലാസ്റ്റിൽ ആ ട്വിസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കൊത്തിരി എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നിയില്ല. അപ്പം ഇതായിരുന്നു നെഗറ്റീവ്സ്. ഈ നെഗറ്റീവ്സ് ആർ സോ ബാഡ് ദാറ്റ് ദേ റിയലി പുൾഡ് ദ പോസിറ്റീവ്സ് ഡൗൺ. പിന്നെ ഓക്കെ, ജസ്റ്റ് സ്റ്റോറി ആണെങ്കിൽ അത് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് മൈത്തോളജി റിലേറ്റഡ് ആയിരിക്കും. പക്ഷേ ഈ സ്റ്റോറിയുടെ എലിമെൻറ്റ്സ് ഇല്ലേ,
ക്ലൂ ഒരിടത്തുനിന്ന് കിട്ടുന്നു, പിന്നെ ചിലപ്പോൾ അതൊരു പോയമായിരിക്കും അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിൻ്റെ ടെക്സ്റ്റ് ആയിരിക്കും, അത് യൂസ് ചെയ്ത് ഇവർ സോൾവ് ചെയ്ത് ഇവർക്കൊരു ആർട്ടിഫാക്റ്റ് കിട്ടുന്നു. ആ ആർട്ടിഫാക്റ്റ് ഏതോ ഒരു മുറിയുടെ കീ ആയിരിക്കും അല്ലേ, അതൊക്കെ ആയിരിക്കും. പിന്നെ ഇവർ കുറേ ട്രാപ്സ് ഫേസ് ചെയ്യുന്നു. ഇതെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ട്രഷർ ഹണ്ട് മൂവീസ്, ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, അവരുടെ നിന്ന് കോപ്പീഡാണ്. ഓക്കെ, ഓവറോൾ സ്റ്റോറി ആൻഡ് എലിമെൻറ്റ്സ് ഒക്കെ മറാഠ ഡൈനസ്റ്റി റിലേറ്റഡ് ആയിരിക്കും. പക്ഷെങ്കിൽ അതെങ്ങനെ കിട്ടുന്നു, അത് ഈ ക്യാരക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന വേരിയസ് ട്രാപ്സ് ഉണ്ട്, പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ, ഇതെല്ലാം പഴയ മൂവീസിൻ്റെ കോപ്പിയാണ്. അത് കാരണം ഇതൊക്കെ ഒത്തിരി പ്രിഡിക്റ്റബിൾ ആയിരുന്നു എനിക്ക് വേണ്ടി. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ദ നെഗറ്റീവ്സ് ഔട്ട് വേ ദ പോസിറ്റീവ്സ് ഫോർ ദിസ് വെബ് സീരീസ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഹിസ്റ്ററി, മൈത്തോളജി റിലേറ്റഡ് ട്രഷർ ഹണ്ട് മൂവീസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. യാ, ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ഈസ് മൈ റിവ്യൂ ഓഫ് ദ സീക്രറ്റ്സ് ഓഫ് ദ ഷീലദാർസ്, streaming on Disney Plus Hotstar. Thank you. See you in the next video.